ഞാൻ അഗ്രികൾച്ചർ ഓഫീസറാണ് കാക്കനാട്. ഇവൻ്റെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോന്ന് കഴിച്ചു. എൻ്റെ മക്കളൊക്കെ ശരിക്കും ഇവൻ്റെ ഫാനാണ് ഭക്ഷണ കാര്യത്തിൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും എത്തി. നമ്മളിപ്പോൾ ഉള്ളത് കച്ചേരി തട്ടുകടയിലാണ്. അതെവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എടപ്പള്ളിയിൽ നിന്നും വൈറ്റ്ലയിലേക്ക് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. സോ ഇവിടെ നല്ല അടിപൊളി 6 ഐറ്റം ഫുഡ് കിട്ടുന്നത് നമ്മളിവിടെ കണ്ടു. സോ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ കപ്പ കണ്ടു, അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൈ, അതുപോലെ തന്നെ പത്തിരി, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. സോ എല്ലാം കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ എങ്കിലും നമ്മൾ എന്തായാലും ഇവിടുന്ന് കഴിക്കും. ചേട്ടാ, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഒന്ന് പറഞ്ഞു കൊടുക്കും? ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ കൊണ്ടാട്ടമുണ്ട്, ചിക്കൻ 65 ഉണ്ട്, പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, BDF ഉണ്ട്, പിന്നെ ചിക്കൻ കറി, പിന്നെ നാടൻ മീൻ കറി ഉണ്ട്. ഡെയിലി എത്ര പേര് ഇവിടെ ഏകദേശം വരുന്നില്ല അറിയാമോ? ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 500 പേര് മേലെ എങ്ങനെയാലും 500 പേര് ഡെയിലി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കഴിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഒന്നും എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഐറ്റം നമുക്ക് ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഏറ്റവും മൂവിങ്ങുള്ള ഐറ്റം ഇവിടെ ഏതാണ്? ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി തന്നെ, പിന്നെ ചിക്കൻ കൊണ്ടാട്ടമുണ്ട്, പിന്നെ ചിക്കൻ 65 ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസുകളൊക്കെ? ചിക്കൻ 65 ഹാഫിന് 60 രൂപ, പിന്നെ ഫുള്ളിന് 120, അതേപോലെ തന്നെ കൊണ്ടാട്ടത്തിനും 60, ഹാഫിന്. ഒരു മീഡിയം എമൗണ്ട് ഒക്കെയാണ് നല്ലത്. ഓക്കെ ആണല്ലേ? അപ്പോൾ ഒരു കപ്പ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്യണം. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രമേഷ് എന്നാണ്. ഞാൻ അഗ്രികൾച്ചർ ഓഫീസറാണ്, കാക്കനാട് ജോലിയാണ്. ഞാൻ ശരിക്കും ഫാമിലിയായിട്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കാം, പക്ഷേ എല്ലാ ആഴ്ചയും ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരും. കാരണം എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ശരിക്കും എന്താ പറയുക, ഭക്ഷണം എല്ലാവരും ആകർഷിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ടേസ്റ്റുള്ള ഭക്ഷണം തേടിപ്പോകുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യരുടേത്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തപ്പെട്ടത്. അതിനുശേഷം എപ്പോഴും ഞങ്ങൾക്ക് ഇവൻ്റെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോന്ന് കഴിച്ചു. എൻ്റെ മക്കളൊക്കെ ശരിക്കും ഇവൻ്റെ ഫാനാണ് ഭക്ഷണ കാര്യത്തിൽ. അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ ഹാപ്പിയാണ്? അത് തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഒന്നാമത് പേര് കൊണ്ട് തട്ടുകട ആണെങ്കിലും അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടുകടയുടെ ചൂടും അതിൻ്റെ എക്കണോമിക്കലി അതും പിന്നെ ഒരു ഹോംലി ഫുഡും ഇതെല്ലാം കൂടി ഒരുമിച്ച് അനുഭവിക്കുന്ന ശരിക്കും അതാണ് സുരേഷ്. സാറ് എന്നും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറില്ലേ? ഇല്ല, എന്നുമില്ല. ഞാൻ വീട്ടിൽ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. പക്ഷേ എന്നാലും ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിന് ഞാൻ പരിചയപ്പെടുത്തി, ഫ്രണ്ടിന് ഇവിടെ വന്നു. അപ്പോൾ ഫ്രണ്ടിന് നന്നായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെയാണ് വന്നത്. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറായിട്ടുള്ള സാറാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സാറുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. സോ ഇനി നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ പ്രധാനം. അത് നമ്മൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടോയെന്നില്ല നമുക്കറിയില്ല. നമുക്കിന്ന് കഴിച്ച് ശേഷം നമുക്ക് ബാക്കി പറയാം. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ കപ്പ ബിരിയാണി എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. അടിപൊളിയാണ്. സൂപ്പർ ബിരിയാണി, കപ്പ ബിരിയാണി. ബീഫും മുളകും അതുപോലെ തന്നെ സവാളയൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പൊളിച്ച് അടിപൊളിയാണ്, ഒന്നും പറയാല്ല. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റി ഫുഡാണ്, ഒരു കുറ്റവും പറയാല്ല. നല്ല സൂപ്പർ ഫുഡാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക, നേരിട്ടറിഞ്ഞ് വരിക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോസ് ലഭിക്കാനായി സൽമാൻസ് വ്ലോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സൽമാൻ. ബൈ.